മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത് ഒരു തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. കാരണം ഇതിന് മുൻപേയുള്ള ഭരണകൂടങ്ങളുടെ പിടിപ്പുകേട് കാരണം അവിടെയുള്ള ആരോഗ്യ മേഖല അത് നിരന്തരം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ വേണ്ട സൗകര്യങ്ങളില്ല. രോഗികളെ കൊണ്ട് നിറഞ്ഞത് കാരണം പല ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ പോലും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഓരോരുത്തർ അവരുടെ ഉറ്റവരെയും ഉടയവരെയും കൊണ്ട് രക്ഷാപ്രവർത്തകർക്കൊപ്പം ആശുപത്രികളിലെത്തി അവിടെ മണിക്കൂറുകളോളം നിൽക്കേണ്ട അവസ്ഥ. ഇതെല്ലാം കാരണം മരണസംഖ്യ ഇപ്പോൾ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഇറാൻ ഇപ്പോൾ നിലവിൽ വെനസ്വേല ഭരണകൂടം പുറത്തുവിട്ടിട്ടുള്ള വിവരമനുസരിച്ച് മരണസംഖ്യ നിലവിൽ 1430 ആയിട്ടുണ്ട്. മൊത്തം 3200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3100 പേർ നിലവിൽ ഇതുവരെയുള്ള കണക്ക് വെച്ച് ഭവനരഹിതരായിട്ടുണ്ട് എന്നാണ് വിവരം. UN പുറത്തുവിട്ടിട്ടുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 50,000-ലധികം പേരെ ഇതുവരെ കാണാനില്ല. മൊത്തത്തിൽ $6.7 ബില്യൺ നഷ്ടമാണ് വെനസ്വേലയിൽ ഈ ഇരട്ട ഭൂചലനം കാരണം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ കെട്ടിട അവശിഷ്ടങ്ങളൊന്നും തന്നെ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളുടെ 1600-ലധികം രക്ഷാപ്രവർത്തകർ വെനസ്വേലയിൽ തുടരുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തകർ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കാനൊക്കെ അവിടെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അവിടെയുള്ള പല വിമാനത്താവളങ്ങളുടെ റൺവേകൾ ഓപ്പൺ അല്ല. ഇപ്പോൾ തലസ്ഥാന നഗരമായിട്ടുള്ള കാരക്കാസിലുള്ള പ്രധാനപ്പെട്ട വിമാനത്താവളത്തിന്റെ റൺവേ വരെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും പ്രവർത്തന സജ്ജമായിട്ടുണ്ട് എന്നാണ് US അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്ന വിവരം. അതോടെ കൂടുതൽ സാമഗ്രികൾ രാജ്യത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കൂടുതൽ സാമഗ്രികൾ എത്തിച്ചാൽ മാത്രമേ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് കൂടുതൽ പേരെ കണ്ടെത്താനാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ വീണ്ടും ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം. ഈ തുടർചലനങ്ങൾ ഉൾപ്പെടെ ഈ 2 ഇരട്ട ഭൂചലനങ്ങൾ ബാധിച്ചത് കാരക്കാസ്, അതുപോലെ തീരപ്രദേശ മേഖലയായിട്ടുള്ള ലാ ഗ്വൈറ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെയാണ്. ഇവിടെ എല്ലാം വളരെയധികം ജനസാന്ദ്രതയുണ്ടായിരുന്ന പ്രദേശങ്ങളായതിനാൽ കടുത്ത രീതിയിലുള്ള ഒരു മരണസംഖ്യ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദുമായിട്ട് ഇപ്പോഴും മേഖലയിൽ തുടരുന്നുണ്ട്. ഈ ദുരിതാശ്വാസ സാമഗ്രികളും മറ്റ് മരുന്നുകളും ഉൾപ്പെടെ ഇന്ത്യ അയച്ചു നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തകർ ഇപ്പോഴും മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമേരിക്ക ഇനിയും തുടർചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശരി അജയ്.